വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. അണീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് വരാൻ പോവല്ലേ, അതുകൊണ്ട് നമുക്കൊരു പ്ലം കേക്ക് തയ്യാറാക്കി നോക്കാം. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ നമുക്ക് എല്ലാ അമ്മമാർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് ക്രിസ്മസ് കേക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണം. കടയിൽ നിന്ന് മേടിച്ചൊന്നും കുട്ടികൾക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് മൈദ, ഈ ഗ്ലാസ്സിനാണ് ഞാൻ അളവെടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് പഞ്ചസാര മെൽറ്റാക്കി എടുക്കണം. 2 മുട്ട, ഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഫ്ലവർ ഓയിൽ പിന്നെ എടുത്താൽ മതി. പിന്നെ ഗ്രാമ്പു ഒരു 6 എടുത്തിട്ടുണ്ട്. ഏലക്ക, പട്ട, ജാതിക്ക, ഇതെല്ലാം കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ, പിന്നെ 1 ഞുള്ളി ഉപ്പും കൂടെ വേണം. ഉപ്പ് ഞാൻ എടുത്തില്ല. ഡ്രൈ ഫ്രൂട്ട്സ്, മുന്തിരി ഒരു കൈ എടുത്തിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി, പിന്നെ നട്ട്സ്, ചെറി, ഇത്രയും എടുത്തിട്ടുണ്ട്. അതിനകത്തിടാൻ നമുക്കൊന്ന് തയ്യാറാക്കാം. ഗ്യാസ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറിയ തീ വേണം ഇടാൻ. നമുക്ക് ഇളക്കി കൊടുക്കാം. മെൽറ്റായി വന്നിട്ടുണ്ട്. എല്ലാം നല്ലതായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കളർ കണ്ടോ, ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടോ, കരിഞ്ഞെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ച് ഇതിലേക്ക് ഇനി വെള്ളം ചേർക്കണം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാറി ഇത് വേണം ഒഴിക്കാൻ. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊരു ശകലം മൈദ ഇട്ടൊന്ന് ഇളക്കി വെക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ചേർക്കുമ്പോൾ അടിയിലായി പോവും. ഇതേ തന്നെ 2 സ്പൂൺ എടുത്ത് ഇങ്ങോട്ടിടുക. 2 സ്പൂൺ ഞാൻ മാവ് എടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടതാണ്. ഇത് ഇളക്കി ഇങ്ങനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. വെള്ളം മാറ്റിയെടുക്കാം. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇത്രയും ഒരു ചെറിയ സ്പൂണ്, പിന്നെ 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടണം. സോഡാപ്പൊടി, 1 ഞുള്ളി ഉപ്പും കൂടി ഇടുക. ഞാൻ ഇടണം നിർബന്ധമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് അരിപ്പ് വെച്ചൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഈ ചെറിയ അരിപ്പയാണ്, കുറച്ചിട്ട് അരിച്ചെടുക്കാം. രണ്ട് 3 പ്രാവശ്യം അരിച്ചാൽ നല്ലതായിരിക്കും. മഞ്ഞയും 3 സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ജാതിക്ക, ഇതെല്ലാം കൊണ്ട് നമുക്ക് സ്പൈസി ആയിട്ട് ഉള്ള സാധനമാണ് പൊടിച്ചെടുക്കുക. അതുകൊണ്ട് പൊടിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇച്ചിരി.
2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മുട്ടയുടെ വെള്ള അത് ലാസ്റ്റ് ചേർക്കാം. നമുക്ക് ഒന്ന് എടുക്കാം. പതിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ? നമുക്ക് മാറ്റാം. മുട്ടയുടെ മഞ്ഞയും സൺഫ്ലവർ ഓയിലിൽ കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഫ്രൂട്ട്സ് നമുക്ക് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യാം. പൊടിയും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇളക്കാം. ബാക്കി കൂടെ ഒഴിക്കാം. മുട്ടയുടെ വെള്ള അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിക്കാം. ഒരു സൈഡിലോട്ട് മാത്രം വേണം നമ്മൾ ഇളക്കാനിത്. ബാക്കിയും ഒഴിച്ച് കൊടുക്കാം. ശരിക്കും നമ്മളത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിലേക്ക് മാറ്റാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യ് എന്തെങ്കിലും തൂത്ത് കൊടുക്കാൻ അടിയിൽ. അടി മാത്രം പരട്ടിയാൽ മതി. ഇല്ല ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം. ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മൈദ ഇട്ട് കൊടുക്കണം. അല്പം മൈദ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അല്പം നമ്മൾ നടുക്ക് ഇങ്ങനെ കുഴിച്ച് വെച്ചാൽ അത് റെഡി ആകുമ്പം എല്ലാം നല്ല സൂപ്പറായിട്ടിരിക്കും. ഇപ്പോൾ ഒരു പാനിലാണ് വെക്കുന്നത്. പഴയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ഇപ്പോൾ ഒരു സാധനം വെച്ചിട്ടുണ്ട്, തിരികെ പോലെ. അതിലേക്ക് നമുക്ക് നൊണ്ടിത്ത് ഇങ്ങനെ പാത്രം വെച്ച് കൊടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റായി വെച്ചിട്ട് നമുക്കിതിലേക്ക് ഇറക്കി വെക്കാം. ഇനി അടച്ചു കൊടുക്കണം. ഇങ്ങനെ പാത്രം വെച്ച് അടയ്ക്കുന്നത്. നമുക്കൊരു 35-40 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. 1 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി തണുക്കാൻ വെക്കാം. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ക്രിസ്മസിനെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമല്ല സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.